ഇന്ന് അദ്ദേഹം ഡോക്ടറായി പുനർജനിച്ചിരിക്കുന്നു. ഞങ്ങൾ തമ്മിലുണ്ട് 25 വർഷത്തിന് മേലുള്ള പരിചയമാണ്. അത് മലയാളി അസോസിയേഷൻ്റെ അംഗങ്ങളെന്ന നിലയ്ക്ക് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അത് മാത്തുള്ള വിശ്വസിക്കുന്ന, അത് ബൈബിളിലായാലും മലയാളി അസോസിയേഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലായാലും അദ്ദേഹത്തിന് ശരിയല്ല എന്ന് തോന്നിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വിമർശിക്കാറുണ്ട്. നേരോടെ നിർഭയം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്തുള്ളയാണ്. ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഒരു പ്രാവശ്യം കേട്ടാൽ മതി, നൈനാൻ മാത്തുള്ള. അപ്പോൾ ആ പേരിനൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ആരും മറക്കാറില്ല. ആദ്യകാലങ്ങളിലൊക്കെ ചിലപ്പോൾ അത്ര നീരസം തോന്നിയിട്ടുണ്ട്. കാര്യം ഈ മനുഷ്യൻ 99% ആൾക്കാർ ഒരു കാര്യം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറയുന്ന ഈ മനുഷ്യനെ ചില സമയത്ത് അന്നൊക്കെ പിണക്കം തോന്നിയിട്ടുണ്ട്. എന്നാൽ നൈനാൻ മാത്തുള്ള പറയുന്നതല്ല, ഇപ്പം അന്ന് പറഞ്ഞതല്ലേ ശരി എന്ന് പിന്നെ തോന്നിയപ്പോൾ പിന്നെ അദ്ദേഹത്തോടുള്ള ആ ദേഷ്യം എനിക്ക് റെസ്പെക്റ്റായി, ഒരു അഡ്മിറേഷൻ തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങളിപ്പോൾ ഏതാണ്ട് സമകാലീനരാണ്. ഇപ്പം എന്നെയൊക്കെ കൊതിപ്പിക്കുന്ന നേട്ടമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയാറുണ്ട്, AA ആണ് അദ്ദേഹം, AAA ആണ് എന്നൊക്കെ പറയുന്ന പോലെ നാട്ടിൽ നിന്ന് ഒരു MA കൊണ്ടുവന്നിട്ടുള്ളൂ. അത് MA ആയിക്കോട്ടെ MSc ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം അവിടെ ആയിരുന്നെങ്കിൽ ഒരു 5-6 MA കൂടെ കൂട്ടുമായിരുന്നു. ഇവിടെ ഈ ഒരു ഡോക്ടറേറ്റിൽ മാത്തുള്ള നിൽക്കും എന്ന് എനിക്ക് വിശ്വാസവും ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവസരത്തിന് നന്ദി. സംസാരിക്കാൻ തന്നതിനല്ല, ഇന്ന് നമുക്ക് ഇത്രയും പേർ കൂടെ ഒത്തുകൂടാനും വളരെ ആനന്ദകരമായിട്ട് ഇവിടെ സംഗീതവും നൃത്തവും എല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ കൂടെ ഭക്തി പിന്നെ ഗാനമേളയും കൂടെ ചേർന്നിട്ട് നമ്മളെ വളരെ എന്താ പറയുന്നത് ആനന്ദതുന്ദരമായ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കാൻ മാത്തുള്ളയുടെ ഗ്രാജുവേഷനാണ് നമുക്കൊരവസരം തന്നത്. തീർച്ചയായിട്ടും മാത്തുള്ള എനിക്കൊക്കെ കൊതി വരുന്നുണ്ട്. എന്നാലും പോയി ഇരുന്നങ്ങോട്ട് മെനക്കെടാൻ കുറച്ച് ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട്. പക്ഷേ മാത്തുള്ള ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ ചുവന്ന പരവതാനി വിരിച്ച് വിജയം അങ്ങനെ കാത്തു കിടക്കുകയാണ്. അത് ഓരോന്നോരോന്നായി വെട്ടിപ്പിടിക്കുക തന്നെ വേണം. എല്ലാ ആശംസകളും.